അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ വഴിയായി വർഷിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും സ്തുതിക്കുവാനും അമ്മയുടെ ജന്മത്തിരുനാളിന് വേണ്ടി ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധി അമ്മ നമുക്ക് ഏവർക്കും സ്വന്തം അമ്മയാണ്. തൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് പരിശുദ്ധി അമ്മയെ നോക്കി ഈശോ നമ്മളോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയെന്ന്. ആ നിമിഷം മുതൽ പരിശുദ്ധി അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം അമ്മയാണ്. ആ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധത്തിൽ എപ്പോഴും അമ്മയെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാനുള്ള തീരുമാനം നമുക്കെടുക്കാം. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകി വരുന്നത്. അമ്മ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുറവുകൾ, പോരായ്മകൾ, ബലഹീനതകൾ മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മളെ ശക്തിപ്പെടുത്തുവാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. പെറ്റമ്മയുടെ സ്നേഹത്തേക്കാൾ അധികമായി നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധി അമ്മയുടെ മാതൃസ്നേഹത്തെ നമുക്ക് ഓർക്കാം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എത്രയോ സ്നേഹത്തോടെ, എത്രയോ കരുതലോടെയാണ് അമ്മ നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മുടെ ഓരോ ചെറിയ ആവശ്യങ്ങൾ പോലും കണ്ടറിഞ്ഞ് നമ്മളെ സഹായിച്ച് നമ്മളെ ശക്തിപ്പെടുത്തി ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ എല്ലാ കുറവുകളും, പോരായ്മകളും, ബലഹീനതകളും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട്, അമ്മേ മാതാവേ, അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ പോലെ ഞങ്ങളെയും അമ്മ സ്നേഹിച്ച് അമ്മയുടെ കൈകളിലെടുത്ത് ഞങ്ങളെ ആശ്വസിപ്പിച്ച് തൻ്റെ മാറോട് ചേർത്തണച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന അമ്മയുടെ സ്നേഹം നിറഞ്ഞ വലിയ കൃപകൾ നിറഞ്ഞ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മയ്ക്ക് നന്ദി.